ഈ അബൂ ഹനീഫ തങ്ങൾ പോണ്ട സ്വർഗ്ഗല്ലേ നമ്മൾ കൊതിക്കുന്നത്? എല്ലാ മുഅ്മിനീങ്ങൾ എല്ലായിടത്തും പണക്കൊതിയോടെ ജീവിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ആർത്തിയുടെ സ്വഭാവം. ഇപ്പോഴത്തെ ആർത്തിയാണ്. ഞാൻ ഏട്ടനോട് എങ്ങനെ കച്ചവടം നടത്തല്, മൂപ്പരോട് എങ്ങനെ ലാഭം വാങ്ങല് എന്നുള്ള ഒരു തലചോർച്ചലാണ് നമുക്ക് മൊത്തത്തിൽ. എന്ത് ചെയ്താലും എനിക്ക് 500 കിട്ടോ, ഓൻക്ക് കിട്ടുന്ന 500 250 എനിക്ക് കിട്ടോ, എങ്ങനെ ചിന്തിച്ചാൽ ദുനിയാവിൽ ഒരു രസം ഉണ്ടാവില്ല ജീവിതത്തിന്. ഒരു ഈമാൻ കിട്ടാത്ത ജീവിതമായിരിക്കും. അങ്ങനെ ആവാതെ സമ്പാദിക്കുന്നതൊക്കെ ഒരാളെയും പറ്റിച്ചിട്ടാവാതെ പ്യുർ ഹലാലാവും. ഇനി ചെലവഴിക്കുന്നത് ഇസ്രാഫാവരുത്. ചെലവഴിക്കുന്നത് ഇസ്രാഫാവരുത്. അള്ളാഹു പൊരുത്തപ്പെടുന്നിട്ട് മാത്രം ചെലവഴിക്കുക. ചില ആൾക്കാര് കുടുംബത്തിനൊന്നും കൊടുക്കൂല, നാട്ടിൽ ഭയങ്കര ചാരിറ്റി ഒക്കെ നടത്തും. ഉദാഹരണത്തിന് ഇവിടെ ഈ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാൻ, ഉദാഹരണമാണ് കേട്ടോ, അങ്ങനെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടൊന്നുമില്ല, ഉദാഹരണം പറയാം. ഇന്റർലോക്ക് ഇടാൻ നമുക്ക് കുറച്ച് പൈസ വേണം. 10,000 രൂപ തരാൻ പറ്റിയ ഒരു 10 ആള് കൈവെക്കുന്ന ഒരാൾ കൈവെക്കുക. അപ്പൊ ഞാൻ മൈക്കിലൂടെ പറഞ്ഞു, അൽഹംദുലില്ലാ, എന്താ പേര്? അബൂട്ടി ഹാജി. അങ്ങനെ ആരും ഇല്ലല്ലോ ഇവിടെ? ഉണ്ടോ? ഭാഗ്യം. ഇല്ലാത്ത പേരെന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഉസ്താദ് എന്തോ പറഞ്ഞു കൊടുത്തുന്നാറ്റും വെറുതെ അടുത്ത വിവാദത്തിന് കൈകയില പണി. അബൂട്ടി ഹാജി. അപ്പൊ ഞാൻ അബൂട്ടി ഹാജി 10,000 എന്ന് പറഞ്ഞപ്പോ ഈ കർട്ടന്റെ അപ്പുറത്തുനിന്ന് ഓരോ ഭാര്യ ഉണ്ടാവും. അപ്പൊ നമ്മളെ മാപ്പിളല്ലേ, ഇന്നലെല്ലാം പറഞ്ഞ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞ പൈസ ഇല്ലോ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. കുടുംബത്തിന് ചെലവാക്കൂല, നാട്ടിൽ ഭയങ്കര സേവനം. അത് ശരിയല്ല, ഇസ്ലാമിൽ. അങ്ങനത്തെ ഹദിയകൾ കുടുംബക്കാർക്കും അയൽവാസികൾക്കും കൊടുക്കാതെ നാട്ടുകാർക്ക് മൊത്തം വിതരണം ചെയ്യുന്ന ഹദിയകളെ സൂഫിയാക്കൾ സ്വീകരിക്കാറില്ലെന്ന് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ വായിച്ചു കൊടുക്കുക. കാരണം അവര് വലിയ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ചെറിയ സുന്നത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ചെലവഴിക്കുമ്പോ കുടുംബത്തിന് കൊടുക്കണം. അതെന്താന്ന്